അതാ പറഞ്ഞത് ആർക്കും പറ്റുന്ന പരിപാടിയാണ്. ഇയാളുടെ പ്രശ്നം ഇതാ. ഞാൻ വിചാരിച്ചാൽ എനിക്കൊരു മെത്തേഡ് ആക്ടർ ആവാം. എനിക്കാണ് ഞാൻ ആക്ടർ ആവാം. ഇയാൾക്ക് എന്തോ വേണ്ടേ? ഇയാൾക്ക് അവിടെ വീണ്ടും ജയിലിൽ പോയി കിടക്കണമെന്നുണ്ടോ? ജയിലിൽ കൊണ്ടുവരല്ലേട്ടാ, ജയിലിലോട്ട് ആക്ടിക്കായി വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. വീണ്ടും തുടങ്ങി മെത്തേഡ്. ഇവിടെ വന്ന് കുറെ നാളെയല്ലേ, കുറെ നാളെയല്ലോ. എവിടെയായിരുന്നു? എന്ത് ചെയ്യുന്നു? ബോൺ ആക്ടർ എവിടെയായിരുന്നു? എന്ത് ചെയ്യായിരുന്നു? ആക്ടിക്കായിരുന്നു അവിടെ. എന്നാൽ ഇതെല്ലാം പഠിച്ചു. ചവിട്ട ഫ്ലോർ ക്ലീനിങ് അല്ല, ഫ്ലോർ എങ്ങനെ ക്ലീൻ ചെയ്യണം പഠിപ്പിച്ചോ അവിടുത്തെ ആൾക്കാർ തന്നെ. അവിടെ ക്ലീനിങ് ഒക്കെ അകത്തുള്ളവർ തന്നെയല്ലേ ചെയ്യുന്നത്? അവിടെ സിസ്റ്റമാറ്റിക് ലൈഫാണ്, ഹോസ്റ്റലിൽ പോലെയാണ്. ഞാൻ തിരിച്ചു തന്റെ വീടും എല്ലാം ക്ലീൻ ചെയ്തോ? അല്ല, പിന്നെ നമ്മള് നാച്ചുറൽ ആക്ടിങ് ആണ്. ആ സമയത്ത് ഒരു കാര്യമില്ല. അത് നല്ല കുളി എല്ലാം വേണ്ടി ഉണ്ടായി, നല്ല ആരോഗ്യം മെച്ചപ്പെട്ടു. ഇപ്പൊ എല്ലാം പോയി, ആരോഗ്യം മെച്ചപ്പെട്ടു, ആരോഗ്യമായി, നല്ല ചിട്ടയായി അങ്ങനെ ദേഷ്യവും ഇല്ല. അതിന് പേർത്തുള്ള ആൾക്കാരെ മേടിച്ചിട്ടായി കിട്ടുന്ന വിചാരിക്കേണ്ട ആൾക്കാരൊക്കെ കമ്മട്ടിപ്പാടവാ. നല്ലതായിരുന്നു ആ സമയത്ത്. പക്ഷെ കുറച്ച് ഫ്രീഡം ഇല്ലേ ഇവിടെ വന്നപ്പോ? ഫ്രീഡം ഇല്ല, പക്ഷെ അല്ലെങ്കിൽ നല്ല ലൈഫായി. ഇപ്പൊ ഓക്കെ ആണല്ലേ? എടൂ, നിങ്ങൾ പണ്ട് പോയാലല്ലേ? ഞാൻ ഒരു കാര്യം ചോദിച്ചേ, ഈ ജയിലില് ഇപ്പൊ ആണുങ്ങളെയും പെണ്ണുങ്ങളെയും മാറ്റിയിടുന്നു. ശരിയാ, ആ സംഭവം സെക്ഷൻ സംഭവം ആണെങ്കില്ല. അല്ലല്ല, ആ സമയത്തൊന്നും കുറെ ഇപ്പോഴും നടക്കുന്നില്ല. അല്ല, പ്രശ്നമുണ്ട്. വിനായകൻ ചോദിച്ച ചോദ്യം ചോദിക്കേണ്ടി വരും. നിങ്ങൾ കാണുന്ന പുരുഷ ശരീരം എല്ലാം പുരുഷനാണോ, സ്ത്രീ ശരീരം എല്ലാം സ്ത്രീയാണോ? അവിടെ ജയിലിൽ ആണിനെയും പെണ്ണിനെയും മാറ്റിയിട്ടുകൊണ്ട് സെക്സ് നടക്കത്തില്ലെന്ന് പറഞ്ഞാൽ പറ്റത്തില്ല. അത് എന്റെ കാര്യമല്ല, അത് കൊള്ളാമല്ലോ. അവിടെ ഇപ്പൊ ഒരു ബൈ ഓർ ഗേ അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ ഒരാളകത്ത് കയറിയാല് അയാൾക്ക് സെക്സും കിട്ടും. ട്രാൻസ്ജെൻഡറിന് കിട്ടിയിട്ടുണ്ട്, കിട്ടിയ ചരിത്രമുണ്ട്. ട്രാൻസ്ജെൻഡർ സ്ത്രീകളുടെ ജയിലിൽ പോയി കിടന്നിട്ട് അവിടെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ട് അവിടെ എന്തോ പ്രശ്നമൊക്കെ ഉണ്ടായതൊക്കെ ആയിട്ട് കേട്ടിട്ടൊക്കെ ഉണ്ടോ? ഓക്കെ, അപ്പൊ അത് നമ്മളീ പറയുന്ന പോലെ അത് അങ്ങനെയാണെങ്കിൽ ഇവര് ഈ പറയുന്ന സാധനം മൊത്തം മൊത്തം തെറ്റിയെ കിടക്കാണ് ഇവിടെ ഇവര് ഉദ്ദേശിക്കുന്നത്. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, തനിക്ക് വേറൊരു കാര്യം പറയാം. ഒരു ഗേഡയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഓറിയന്റേഷൻ ഉള്ള ഒരാളുടെ എല്ലാം വേണ്ട ഈ ഹോമോസെക്ഷൽ എന്ന് പറഞ്ഞ ഒരാളുടെ പാരഡൈസ് ആയിരിക്കും ഒരു തരത്തിൽ നോക്കിയാൽ. അതൊരു ക്രിമിനൽ കൂടെ ആണെങ്കിൽ കുഴപ്പമില്ല. അല്ല, ശരിയല്ലേ? ഒരു ഹോമോസെക്ഷൽ ആയിട്ടുള്ള ഒരു ക്രിമിനൽ മൈൻഡ് ഉള്ള ഒരാളുടെ പാരഡൈസ് ആണ് ജയിൽ. അല്ല, ചിട്ടയാ എങ്ങനെ ഇരിക്കണേ ഈ ചിട്ടയാജില്ലാതെ വരുമ്പോഴാണ് വികാരം കൂടുന്നത്. എനിക്കാണ് ചിട്ടയാജി, എനിക്ക് ആ സമയത്ത് ഈ വികാരേ ഇല്ല, ആരും കാണുന്നില്ല. അത് കാര്യം അല്ല, ഞാൻ എല്ലാവരും ഒന്നിച്ചാണ് കിടക്കുന്നത്. ഒരു മുറിയിൽ എത്ര പേരാ കിടക്കുന്നത്? 10 പേര്. 10 പേര്. ഞാൻ അവിടുത്തെ ആൾ ചോദിച്ചു, അവിടെ 2 വർഷമായാലും കിടക്കാം. അപ്പോൾ അതിന് ചോദിച്ചു, നിങ്ങൾക്ക് എനിക്ക് തോന്നില്ല. പക്ഷെ അവിടെ നമ്മളെ പെണ്ണിലെ കാണുന്നില്ല, അങ്ങനത്തെ ഒന്നുമില്ല. പക്ഷെ ചിട്ടയ ജീവനായം കൊണ്ടാവാം, ആ ഫീലിംഗ് ഇല്ലേ, അത് കഴിഞ്ഞിട്ടുമില്ല. ശരിക്കും പറഞ്ഞാൽ എന്താ മിക്സ് ആക്കാത്ത മിക്സാക്കിയ പ്രശ്നമോ? ഇത് മാത്രമേ നടക്കുള്ളൂ. പിന്നെ അതൊരു വേറൊരു സൊസൈറ്റി ആയിട്ട് രൂപീകരിക്കേണ്ടി വരും. അവിടെ ഒരു പുതിയ നിയമം, പുതിയ സർക്കാർ, വോട്ടെടുപ്പ്, തെരഞ്ഞെടുപ്പ്, അവിടുത്തെ രാഷ്ട്രീയക്കാര് കള്ളന്മാർ, അങ്ങനത്തെ കുട്ടികൾ കള്ളന്മാരാവോ? അങ്ങനത്തെ ഒരു പരിപാടി പിടിക്കേണ്ടി വരും. ഇല്ല, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ശരിക്കും പറഞ്ഞാല് ഇവര് ഒരു എന്ത് ശിക്ഷ അനുഭവിക്കുന്നുണ്ടെങ്കിലും ഒരു റീഹാബാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അയാൾക്ക് ആ റീഹാബില് സെക്സ് നിഷേധിക്കുന്നതിനകത്ത് എന്തർത്ഥം? അതിനകത്ത് പ്രശ്നമുണ്ട്. അപ്പൊ അയാൾക്ക് ഭാര്യയോ കാമുകയോ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അല്ലെ, ശരിയല്ലേ, ഉറപ്പായിട്ടും അത് നമ്മൾ പ്രൊവൈഡ് ചെയ്യാതെ ഫുഡ് പ്രൊവൈഡ് ചെയ്തു, ബെഡ് പ്രൊവൈഡ് ചെയ്തു, ഇപ്പൊ അവിടെ ബെറ്റർ ആണ് എന്നൊക്കെ പറയുന്നുണ്ട്. ക്യാരം ബോർഡും ചെസ്സും വെച്ചു, TV വെച്ചു. പക്ഷെ എന്തുകൊണ്ടാണ് അപ്പൊ അങ്ങനെ? പഴയ ജയിലിനും ഈ ജയിലിനും നമ്മൾ ഒരേ ഒരു വ്യത്യാസമേ ഉള്ളൂ അല്ലേ? പഴയ ജയിലില് ഫുഡ് കിട്ടും, അല്ലെ ഭയങ്കര മോശം അന്തരീക്ഷം. അന്ന് മൊത്തത്തിൽ കേരളത്തിന്റെ അന്തരീക്ഷം മോശമാണ്. അവരിപ്പോഴും ഇതൊക്കെ കറക്റ്റായിട്ട് പ്രൊവൈഡ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ക്ലീൻ ആയിരിക്കണം, എല്ലാം ഓക്കെ, മെഡിക്കൽ എല്ലാം ഉണ്ട്.
മെന്റലായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും അതിനകത്ത് ശ്രദ്ധിക്കണം. പക്ഷെ എന്തുകൊണ്ടാണ് സെക്സ് മാത്രം ചോദിക്കുകയും ചെയ്താണ് അതെന്താ അങ്ങനെ? അതെന്താ കൺസിഡർ ചെയ്യാതെ? അതായത് നമുക്ക് അങ്ങനെ ഫീലിംഗ് വരുന്നില്ല. ഇതെന്ന് പറയുന്നത് ശരിക്കും അവരുടെ ഭാര്യ, അവരെ കൺസിഡർ ചെയ്യണ്ടേ? നമ്മൾ ഈ ക്രിമിനലിനെ വിട്, അവർക്ക് അതാണ് ഹ്യൂമാനിറ്റേറിയൻ കൺസേൺ ഉള്ളത് ഒരു രാജ്യം ചെയ്യുന്നത് അല്ലേ? പുറത്ത് കിടക്കുന്ന ആള് അവിടെ നിന്ന് വേറെ ഒരാളോട് പോകണം. ഒരു സിവിലൈസ്ഡ് സൊസൈറ്റിയിൽ അത് കൺസിഡർ ചെയ്യണം, നിർബന്ധമായും കൺസിഡർ ചെയ്യണം. അവർക്ക് വിസിറ്റ് ചെയ്യാനുള്ള ഇത് കൊടുക്കണം. റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും, റിഹാബ് നടക്കും, ട്രീറ്റ്മെന്റ് നടക്കും. എന്ന് വെച്ചുകൊണ്ട് ഈ പറയുന്നതിനെ നമ്മളെല്ലാം അങ്ങ് ലാവിഷാക്കാൻ പറ്റില്ല. ഡെയിലി ആയിട്ട് ഇങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും ഭാര്യയും മക്കളെയും കാണണ്ട. ഒരു പ്രാവശ്യം ഒരു മാസത്തിലൊരിക്കലെങ്കിലും ഈ പറഞ്ഞ ആൾക്കാർക്ക് ഒരു പ്രൈവസി വേണം. അത് അത്യാവശ്യമാണ്. ശരിയാണോ? എനിക്ക് തോന്നിയില്ല, എനിക്ക് അത് ചെയ്യാൻ തോന്നിയില്ല. പക്ഷെ അത് എൻ്റെ ഒരു കുഴപ്പം കൊണ്ടൊന്നും അറിയില്ല. ആ 2 വർഷം കിടന്ന ആൾ അതെന്തോ മനുഷ്യനല്ലേ, പുറത്ത് നിൽക്കുന്ന ആളെ നോക്ക്. പിന്നെ ആളെ ചിട്ടയായ ജീവിതം കൊണ്ട് ചിലപ്പോൾ ഭാര്യ ഉണ്ടല്ലോ, ഈ കുടുംബം എന്നൊക്കെ പറഞ്ഞാൽ അവരെ ശിക്ഷിക്കേണ്ട ആവശ്യമുണ്ട്. ഇവര് കുടുംബം പിടിച്ചിട്ടാണല്ലോ ഇവിടെ ഇരിക്കുന്നത് എല്ലാവരും. പിന്നെ കുടുംബത്തിലുള്ള സ്ത്രീയെ പരിഗണിക്കണ്ടേ? അതെങ്ങനെ ആര് പരിഗണിക്കും? അതെ, അവരുടെ ജസ്റ്റ് ലൈഫ് പോവാ. അതെ, അയാളെ കല്യാണം കഴിച്ചതോ അല്ലെ കൂടെ ജീവിച്ചതോ അതും ഒരു കുറ്റമാണോ? അതും കുറ്റം. അവരും അനുഭവിച്ചോളാം. അവരനുഭവിക്കാം, ഇയാള് കാരണം അവരനുഭവിക്കാം. വേണ്ട, അതല്ലല്ലോ വേണ്ടേ. അതിനകത്ത് പ്രശ്നമുണ്ട്. നമ്മൾ അതല്ലല്ലോ ഉദ്ദേശിക്കുന്നത്. ഉദ്ദേശം വലിയ ഉദ്ദേശമാണ്, സമൂഹ നന്മയാണ് ഉദ്ദേശം. പക്ഷെ സമൂഹത്തിൽ എത്ര പേരെ പീഡിപ്പിച്ചിട്ടാണ് സമൂഹ നന്മ ഉണ്ടാക്കുന്നത് നമുക്ക് നമ്മളറിയേണ്ട കാര്യമില്ല. നമുക്കറിയാവുന്ന അത് നമുക്കറിയേണ്ട കാര്യമില്ല. അത് നമുക്കറിയാം. തൂക്കിയൊന്നും കൊല്ലത്തൊന്നുമില്ല. സംഭവമൊക്കെ ശരിയാ, കുറച്ചുകൂടിയൊക്കെ മെച്ചപ്പെട്ടു, നമ്മള് ഭയങ്കര പുരോഗമിച്ചു. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഇത് ആ മറ്റേ ഭയങ്കര കൊടും കുറ്റവാളികൾ എന്ന് പറഞ്ഞ സാധനം വേറെയാണ്. അവർക്ക് ഇതൊന്നും ഇല്ല. ശരിക്കും അവരുടെ തലയ്ക്കകത്ത് ഈ സാധനം ഉണ്ടാകത്തില്ല. ഇവിടുത്തെ കുറ്റവാളികളെ കണ്ടിട്ടുണ്ട്. അവനെ ഇടയ്ക്ക് ഭാര്യയെ ഒരു ദിവസം താമസിക്കാൻ സമ്മതിക്കുക. എന്താ ഇവരെ കൊണ്ട് ചെയ്യിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്നറിയോ? ഒന്ന്, ഇയാൾ പുറത്തിറങ്ങിയാൽ മറ്റുള്ളവർക്ക്, അതായത് പൊതുസമൂഹത്തിന് ഹാമാവരുത് ഒരു തരത്തിലും, മാനസികമായിട്ടോ സാമ്പത്തികമായിട്ടോ ശാരീരികമായിട്ടോ അല്ലേ. അങ്ങനെ ഹാം ഉണ്ടാവാതിരിക്കാനാണല്ലോ നമ്മൾ ഇയാളെ. പിന്നെ അതുകൂടാതെ അയാൾ അകത്ത് കിടന്ന് കുറെ പ്രായം തള്ളി നീക്കുന്ന പരിപാടി. ഒരു 5 വർഷത്തെ തടവ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും 22ാമത്തെ വയസ്സിൽ നിന്ന് 27ാമത്തെ വയസ്സിലെത്തുമ്പോൾ കുറെ കാര്യങ്ങൾ ഒരു റീഹാബ് പോലെ നടത്തി അയാളെ നല്ലപോലെ ട്രെയിൻ ചെയ്ത് ഈ പറയുന്ന ശീലങ്ങളൊക്കെ ഉണ്ടാക്കി ഡിസിപ്ലിൻ ലൈഫ് അതൊരു പ്രാക്ടീസ് ആക്കി അല്ലേ. ശരിയല്ലേ? ചിലപ്പോൾ അത് പുറത്തെങ്ങും ചെയ്യാൻ പറ്റാത്തതുകൊണ്ടുള്ള ഒരു ഫെസിലിറ്റി ആയിരിക്കണം ഇത്. അയാളെ കെയർ ചെയ്യാനുള്ള പൈസ ഇല്ലാത്തതും ആളില്ലാത്തതും കൊണ്ടാണല്ലോ അയാൾ അവിടെ നിന്ന് ഇപ്പുറത്തെത്തിയത് അല്ലേ. ഇതിന് പ്രോപ്പർ കെയർ കിട്ടുന്ന ചില ആൾക്കാരുണ്ട്. ടെൻഡൻസി ഉണ്ടാവും, മോഷ്ടിക്കാൻ ടെൻഡൻസി ഉള്ളവരുണ്ട്. എനിക്കറിയാം അങ്ങനെയുള്ളവരെ. അതായത് അവര് പക്ഷെ പൈസ ഉള്ളവരാ. അവര് അങ്ങനെ മോഷ്ടിച്ചാലും അത് ആ ഫാമിലി കവർ ചെയ്യും. മനസ്സിലായി? എനിക്ക് അങ്ങനെ ഒരാളെ അറിയാമെന്ന്. എൻ്റെ ഒരു ഫ്രണ്ടിന്റെ മദർ, പുള്ളിക്കാരിക്ക് എന്തെങ്കിലും ചെന്ന് കടയിലൊക്കെ മനസ്സിലായി. അങ്ങനെ ഒത്തിരി പേരുണ്ട്. അതേപോലത്തെ വേറൊരു അസുഖമുള്ള ഒരാൾ പാവപ്പെട്ടവനാണെങ്കിൽ അവൻ കള്ളനായിട്ട് ജയിലിൽ കിടക്കും. അവനെ തല്ലിക്കൊല്ലും, അവനെ കെട്ടിയിട്ട് തല്ലിക്കൊല്ലാം. കഴിഞ്ഞ ദിവസം വയനാട്ടിലൊരു റീസൺ എന്താണെന്ന് കൃത്യമായിട്ട് അറിയാൻ പാടില്ല. പക്ഷെ കെട്ടിയിട്ട് അടിച്ചു, അടിപ്പുറത്ത് നിർത്തി അവനെ. അതൊക്കെ ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞത് ഈ ഒരു ടൈപ്പ് ആൾക്കാർ അതൊരു സൈക്യാട്രിക് പ്രോബ്ലം ആണെന്ന് തിരിച്ചറിയുന്ന പല സാധനങ്ങളുണ്ട്. ഇതിനകത്ത് ചില സൈക്യാട്രിക് താനൊന്ന് ഓർത്ത് നോക്കി. ഇപ്പൊ ബസ്സിൽ കയറി നടന്ന് പിടിച്ചൊരു യുവാവിനെ പിടിച്ച് കൊണ്ട് ഇതേപോലെ ശിക്ഷിച്ചു. അയാൾക്ക് ഒരു ഇഷ്യൂ ഉണ്ടെന്നുള്ളതാണ് ഞാൻ അന്നോട്ട് പറയുന്നത്. എനിക്കത് ഉറപ്പാണ്, യാതൊരു സംശയം വേണ്ട. അയാളെ നമ്മൾ എന്താ ചെയ്തത്, എങ്ങനെയാ മനസ്സിലാക്കിയതെന്നൊന്നും അറിയണ്ട. പിന്നീടാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാനുള്ള അവസരങ്ങൾ കിട്ടുന്നുണ്ട്, ഇല്ലേ? അതെ, ഉണ്ട്. വീണ്ടും അത് കൺഫേം ചെയ്തിട്ടുണ്ട്. എങ്ങനെ കൺഫേം ചെയ്ത് പറയേണ്ട അത് മാറിയിട്ടില്ല. അതങ്ങനെ മാറുന്ന ഒന്നല്ല. അത് മാറുന്ന ഒന്നല്ല. അത് അബ്നോർമാലിറ്റി എന്ന് പറയുന്നത് ഒരിക്കലും അയാൾ അറിഞ്ഞുകൊണ്ട് നടക്കുന്ന സംഭവമല്ല. ഇപ്പൊ എന്നെ കൊണ്ടും തന്നെ കൊണ്ടും വീണ്ടും ചെയ്യും. അതെ, കുറച്ചുനാൾ കിടന്നല്ല, അടുത്ത ദിവസം ഇറങ്ങുമ്പോ തന്നെ ചെയ്യും. അത്രയും അല്ലേ. പിന്നെ അയാളെ പൂട്ടിയിടേണ്ട ആവശ്യമുണ്ടോ? അയാൾക്ക് ചെറിയൊരു പ്രശ്നമേ ഉള്ളൂ. അത്ര നാൾ ചെയ്യില്ലെന്ന് മാത്രമേ ഉള്ളൂ. എടൂ, അയാൾക്ക് ചെറിയ പ്രശ്നം, വലിയൊരു പ്രശ്നമൊന്നും അല്ല.
ആ ട്രീറ്റ്മെന്റും ഇയാളെ മോണിറ്റർ ചെയ്യുകയൊക്കെ വേണം. മനസ്സിലാവുന്നുണ്ടോ? അത് ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്, ക്രിമിനൽസ് ആണ് മിക്കവരും മനുഷ്യരോഗികൾ, അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കണ്ട, പണിഷ്മെന്റ് അല്ല. ഇവിടുത്തെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഓവർ പോപ്പുലേഷനാണ്. അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ എങ്കിൽ പോലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ള ആൾക്കാർ, ഇപ്പോൾ എക്സിബിഷനിസം കൊണ്ട് ചില ആൾക്കാർ ബുദ്ധിമുട്ടിയത് കണ്ടില്ലേ, അവരെ പിടിച്ച് ജയിലിലിടുക. അത് അപ്പോഴും നമ്മൾ കൺസിഡർ ചെയ്യേണ്ട മൊത്തം കൺസിഡർ ചെയ്യത്തില്ല, ഈ ഡിസോർഡർ കൺസിഡർ ചെയ്യത്തില്ല, ആ ആക്ട് മാത്രം പരിഗണിച്ചിട്ട് അതിന് മാത്രമുള്ള ഈ ആക്ടിനാണ് പ്രശ്നം. ഇതാണ് ആക്ട് എന്ന് പറയുന്നത്. പിന്നെ കള്ളക്കേസും അതാണ് ആക്ട്. ആ ആക്ഷന് മാത്രമുള്ള പ്രതിവിധിയാ ചെയ്യുന്നത്. അതിന്റെ പുറകോട്ടുള്ള ഒരു പരിപാടിയും പിടിക്കില്ല. എന്താണ് അതിന്റെ കാരണം എന്നുള്ളൊരു കാരണമുണ്ട്. ഏത് ആക്ടിലാണ് പെടുന്നത്, ഏത് ആക്ടിലാണ് അത് പെടുന്നതെന്നുള്ളത് മാത്രമാണ്. എന്റെ അടുത്തുള്ള ഒരാള്, അയാൾ കള്ളക്കേസും ഉണ്ട്. അയാളെ ഒരു ആണടിച്ചിട്ട് അയാളുടെ ഭാര്യ അടിച്ചിട്ടാണ് കള്ളക്കേസ് കൊടുത്തത്. ഇങ്ങനെ വരുമ്പോ കുറെ അത് ശരിയാ കേട്ടോ, പ്രശ്നം അത്. ഇപ്പൊ സ്ത്രീകൾക്ക് അനുകൂലമായോണ്ട് അങ്ങനെ മിസ്യൂസ് ചെയ്യുന്നുണ്ട്. അതുമല്ല, ഈ അബ്നോർമാലിറ്റി എന്ന് പറയുന്ന സാധനം കണ്ടാൽ മനസ്സിലാവുള്ളൂ. അതൊരു അബ്നോർമൽ കണ്ടീഷൻ മാത്രമാണ്. ഞാൻ അന്ന് ആ ജയിലിന്റെ വാതുക്കെ പോയി നിന്ന് സകല മീഡിയയോടും പറഞ്ഞു, ഇയാൾക്ക് വേണ്ടത് ട്രീറ്റ്മെന്റ് ആണ്, ഇയാളെ പിന്നെ എന്തെല്ലാം പറഞ്ഞെന്നറിയോ? ഞാൻ കേട്ടില്ല. താൻ ആലുവ സബ് ജയിലിന്റെ അവിടെ ചെന്ന് നിന്നിട്ട് ആളുകളെ തെറ്റിദ്ധരിച്ച് മാലയിട്ട് സ്വീകരിക്കാൻ പോയ ആളാണെന്നുള്ള പോലെ എല്ലൊക്കെ പറഞ്ഞു കളഞ്ഞു. അതോ ഏതോ ഒരുത്തന്മാര് സെൽഫി ഒക്കെ എടുത്തിട്ട് പറഞ്ഞു ഞങ്ങൾ മാലയിട്ട് സ്വീകരിക്കാൻ വന്നെന്ന്. ഞാൻ അതിനാ പോയത്. തന്റെ അടുത്തല്ലടോ, വേറൊരുത്തന്റെ അടുത്ത്. അവിടെ വരേണ്ട കാര്യമില്ല, അവിടോട്ട് വരത്തുമില്ല. താൻ പോയ തന്നെ പിടിച്ചോണ്ട് പോയതിലേ ഉള്ള ഒബ്ജക്ഷൻ എവിടെയാണെന്നറിയോ? താൻ ഇതൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കാനുള്ള ബോധമില്ലാത്ത ആൾക്കാര് അതിനെതിരെ പ്രതികരിച്ചിട്ട് അത് കേസാക്കി. കേസാക്കാനുള്ള കണ്ടന്റ് പോലും ശരിക്കും ആ പറഞ്ഞതിനകത്ത് മൊത്തത്തിൽ ഇല്ലാത്തപ്പോ അത് സ്ത്രീ വിരുദ്ധമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കേസാക്കി മാറ്റി സ്ത്രീകളെ അധിക്ഷേപിച്ചു എന്നും പറഞ്ഞു ഇയാളെ തന്നെ ജയിലിലിടുമ്പോഴേ ഒരു വാക്ക് അതിനകത്ത് പ്രശ്നം. ആ വാക്കിന് പകരം മറ്റൊരു വാക്ക് ഉപയോഗിച്ചെങ്കിൽ അവിടെ പ്രശ്നമില്ല. സെക്സ് വർക്കർ ഉപയോഗിച്ചെങ്കിൽ പ്രശ്നമില്ല. അങ്ങനെയൊക്കെയാ പറയുന്നത്. മനസ്സിലാവുണ്ടോ? അപ്പൊ അല്ലല്ല, മലയാളത്തില് ലൈംഗിക തൊഴിലാളി എന്നാ അതിന്റെ മലയാളം. അത് ഓൾറെഡി ഇപ്പൊ വേശ്യ എന്ന് പറഞ്ഞ വാക്ക് കോടതി ബാൻ ചെയ്തിട്ടുള്ള വാക്കാണോ? എനിക്കറിയില്ല അതെങ്ങനെയാന്ന്. കോടതി അങ്ങനെയാണെങ്കിൽ ഇവിടെ കേരളത്തില് പുലയാടി മോനെന്നൊരു തെറി ഇപ്പോഴും ഉണ്ട്. ജാതിപ്പേര് വെച്ച് തെറി പറയുന്നുണ്ട്. എല്ലാ സിനിമയിലും ഇവിടെ ഉള്ള ഭയങ്കര ടീമുകൾ മുഴുവൻ അത് കാലാകാലം പറഞ്ഞോണ്ടിരിക്കും. അത് ആ തെറി ഇപ്പോഴും ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടേ. അതെ, അപ്പൊ ആ തെറി ഇപ്പോഴും ഉണ്ട് ഇവിടെ. അതൊന്നും ഇല്ലാതായിട്ടൊന്നും. അതൊക്കെ അത് വെച്ചോണ്ടിരുന്നിട്ട് ഇവര് പഠിപ്പിക്കുക. ഇപ്പൊ അല്ല, അത് അങ്ങനെ പെട്ടെന്ന് പഠിക്കാൻ പറ്റത്തില്ല. ഏത് ജനറേഷനിലുള്ള ആളെ പറഞ്ഞെന്നുള്ളത് വലിയ പ്രശ്നമാണ്. ഇയാൾ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് അവരാണ് നമ്മളെ ഭരിച്ചോണ്ടിരിക്കുന്നത്. നമ്മുടെ സിനിമയും അല്ലെങ്കിൽ ഇന്ന് അന്നത്തെ സൊസൈറ്റി ജീവിച്ച് വളർന്ന ഒരാൾക്ക് ഇത് പറയാതെ എങ്ങനെ പറയാതിരിക്കും? അയാൾ എന്ത് പറയും? അതാ പറഞ്ഞത്. മനസ്സിലായില്ലേ? ഒരുപാട് കാര്യങ്ങൾ പ്രശ്നമായി പോയി. ഇവിടെ വന്നിട്ട് പെട്ടെന്ന് അയാൾ പറഞ്ഞതിന് ഇപ്പൊ സുരേഷ് ഗോപി ഇതുപോലെ ഇരിക്കുന്നതിന് സുരേഷ് ഗോപിനെ കുറ്റം പറയാൻ പറ്റില്ലെന്ന്. ഇല്ല, അതതിനകത്ത് വേറൊരു പ്രശ്നം. സുരേഷ് ഗോപി ഇങ്ങനെ ആയിരിക്കുന്നതിന് സുരേഷ് ഗോപി ഒന്നും പറയാൻ പറ്റില്ല. സുരേഷ് ഗോപി അങ്ങനെ ആയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. അത് കഥാപാത്രമല്ലേ. സുരേഷ് ഗോപി ഇവിടെ ഒരു പ്രത്യേക ക്യാരക്ടറിലാണ് നടക്കുന്നത്. അയാൾ വേറെ സാധനമായിട്ടാണ് നടക്കുന്നത്. അങ്ങനെ സുരേഷ് ഗോപി നടക്കുന്നതിന് സുരേഷ് ഗോപി ഒന്നും പറയാൻ പറ്റില്ല. കാരണം സുരേഷ് ഗോപി അങ്ങനെ ആണ്. അങ്ങനത്തെ ചുറ്റുപാടിൽ നിന്നാണ് സുരേഷ് ഗോപി വരുന്നത്. ഇവിടെ ഇങ്ങനെ ഓരോ ചുറ്റുപാടിൽ നിന്ന് ഓരോ പ്രശ്നങ്ങളാണ്. അതൊന്ന് സോഷ്യലി ഉള്ള പ്രശ്നം, ഒരു ചുറ്റുപാട് ജീവിച്ചു വളർന്നതിന്റെ പ്രശ്നം, പിന്നെ ഒന്ന് മാനസികമായിട്ടുള്ള പ്രശ്നം, പിന്നെ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നം. ഒരാൾ മോഷ്ടിക്കുന്നു, മധുവിനെ തല്ലിക്കൊല്ലുന്നു, ഖജനാവ് മുക്കിയവനെ ആരും തല്ലിക്കൊല്ലത്തില്ല, അവന് പ്രൊട്ടക്ഷൻ കൊടുത്തുകൊണ്ട് കൊണ്ടുപോകും ഇതേ പോലീസ്. മനസ്സിലായോ? അതേ നാട്ടുകാർ അതിനെ അവിടെ നിന്ന് കൈ കാണിക്കും, ടാറ്റയൊക്കെ പറയും. ഖജനാവ് മുക്കിക്കൊണ്ട് പോകുന്നവനെ നാട് മുടിച്ചു, പാലം പൊളിഞ്ഞു വീണു, സകലവിധ അഴിമതി നടന്നു, ഒരുത്തം പോലും ഒരുത്തനെ കെട്ടിയിട്ട് തല്ലിക്കൊന്നിട്ടില്ല. പക്ഷെ അരി മേടിച്ച ഒരു പാവപ്പെട്ടവൻ വിശന്നിട്ട് ഒരു ആഹാരം കഴിക്കാൻ കുറച്ച് സാധനം എടുത്തെന്നും പറഞ്ഞുകൊണ്ട് തല്ലിയും കൊന്നു. അടിപൊളിയല്ലേ? അപ്പൊ ആറാട്ടണ്ണൻ കുറച്ച് ദിവസം അകത്ത് കിടക്കുന്നതിന് എന്തെങ്കിലും തെറ്റായിട്ട് ആറാട്ടൻ തോന്നുന്നുണ്ടോ? തല്ലിക്കൊന്നൊന്നുമില്ല. ഭാഗ്യമുണ്ട് ആറാട്ടണ്ണൻ, അല്ലെങ്കിൽ തല്ലിക്കൊന്നേനെ.
ഇവന്മാര് തല്ലിക്കൊന്നൊന്നുമില്ലല്ലോ, ജയിലിൽ പിടിച്ചിട്ടല്ലേ ഉള്ളൂ. ഇച്ചിരി ഫേമസ് ആയതുകൊണ്ട്, അല്ലെങ്കിൽ തല്ലിക്കൊന്നേനെ. നമ്മളൊക്കെ കൊന്നേനെ ഇരിക്കുന്നവരെല്ലാം. എന്തോ ഭാഗ്യത്തിന് കുറച്ച് അറിയാം, അറിഞ്ഞുപോയി, അതുകൊണ്ട് ഇല്ലേ കൊന്നേനെ. പിന്നെ ഉറപ്പല്ലേ അവരങ്ങനത്തെ ആൾക്കാർ ഇവിടെ ഉണ്ടെന്ന്. അതിന്റെ ലൈറ്റ് വെർഷനാണ് കിട്ടിയത്. എനിക്കും കിട്ടി, തനിക്കും കിട്ടി, അങ്ങനെയൊക്കെ മനസ്സിലായോ? എന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തി. തന്നെ പോലീസ് സ്റ്റേഷൻ വിളിച്ച് ഭീഷണിപ്പെടുത്തിയിരിക്കുന്നു. ചക്കേന്ന് പറഞ്ഞത് ആലോചിച്ചു. ഇതൊക്കെ എന്താ അവസ്ഥ? ചക്ക എന്നൊക്കെ പറഞ്ഞ ഇത്രയും വലിയ മാരകമായ അല്ല, ഭയങ്കര കുറ്റങ്ങളാണ് അതൊക്കെ. ഇങ്ങനെ പറയരുത്, ഒന്നും പറയരുത്, വേണം ആരും ഒന്നും പറയരുത്. ആരെങ്കിലും എന്തായാലും ചെയ്താലും ഒന്നും പറയരുത്. എനിക്കെതിരെ ഒരു കേസ് വന്ന് കണ്ടില്ലേ മറ്റേ, അതും സ്ത്രീത്വത്തെ അവമാനിച്ചെന്നൊക്കെ പറഞ്ഞ കേട്ട്. അപ്പൊ ആ സ്ത്രീ വേറൊരു സ്ത്രീയെ സ്ത്രീത്വം എന്നല്ല കരിയറെ നശിപ്പിക്കുന്ന രീതിയിൽ ആ ഭാവി ജീവിതത്തിൽ ഒരു മനുഷ്യന് വരാവുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങൾ പറഞ്ഞു പിടിപ്പിച്ചവരെ നമ്മളൊന്ന് ട്രോളി, ഒന്ന് കോമഡി പറഞ്ഞതിന് കേസ് എടുക്കുക. തിരിച്ചു വന്ന് അവർ പറയുമ്പോൾ പറയാണ് അത് കേസ്, അവൻ ചെയ്തത് തെറ്റാണ്. അങ്ങനെ വരുമ്പോഴുള്ള പ്രശ്നം എന്താണെന്നറിയോ? ഞാൻ പറഞ്ഞേക്കുന്ന ഇത് ഓൺലൈനിൽ സൈബർ ഇടത്തില്ല. അവർ പറഞ്ഞത് അതിന് മുമ്പ്, അവർ 2 ദിവസം മുമ്പ് പറഞ്ഞതും ഇതേ സൈബർ സ്പേസിൽ തന്നെയാണ്. ഈ സൈബർ സ്പേസിൽ എന്തെങ്കിലും പറയുമ്പോൾ ഉള്ള പ്രത്യേകത എന്നാന്ന് വെച്ചാൽ, അവർ പറഞ്ഞത് തെറ്റാണെങ്കിൽ അപ്പം തന്നെ അവർക്കെതിരെ സൈബർ ചാർജ് ചെയ്യണം, കേസ്, ആ കേസ് എടുക്കണം. അങ്ങനെ ചെയ്യേണ്ടത്. അല്ലാതെ നാട്ടുകാരെ മൊത്തം പറയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മറ്റൊരു കേസ് പോലെ അല്ല ഇത്. ഇപ്പൊ തനിക്കിപ്പോ നാട്ടിൽ എന്തെങ്കിലും മോഷണം പോയാൽ അത് അന്വേഷിക്കാനുണ്ട്, അത് ചെന്ന് നോക്കേണ്ടതുണ്ട്, സാക്ഷികളും പ്രതിയും എന്താ പറയുക വാദിയും പ്രതിയും അതൊക്കെ ഉണ്ട്. നഷ്ടപ്പെട്ട തൊണ്ടി മുതൽ കണ്ടെത്തണമെന്നൊക്കെ പറയുന്ന പല സാധനങ്ങളുണ്ടാവും. അതേപോലത്തെ ഒരു സിസ്റ്റം ഈ സൈബർ സ്പേസിൽ കിടക്കുന്നതുകൊണ്ടാണ് എൻ്റെ ട്രൈപോഡ് ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുന്നത്. മനസ്സിലാവുന്നുണ്ടോ? എനിക്ക് എന്ത് തെളിവെടുക്കാനാണോ യൂട്യൂബിൽ കിടന്ന വീഡിയോയ്ക്കകത്ത്? അതിനകത്ത് പറഞ്ഞ കാര്യമല്ലേ ഉള്ളൂ, അല്ലാതെ അതിനകത്ത് രഹസ്യമായിട്ട് വല്ലതും വെച്ചിട്ട് നമുക്കൊരു വീഡിയോയെ കുറ്റം പറയാൻ പറ്റത്തില്ല. എൻ്റെ കയ്യിലിരിക്കുന്ന ട്രൈപോഡ് കൊണ്ട് ആ വീഡിയോയ്ക്ക് പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. ഞാൻ ട്രൈപോഡ് വെച്ചതല്ല വീഡിയോ എടുത്തേക്കുന്നത്, അങ്ങനെയാണെങ്കിൽ അല്ലെങ്കിൽ ഗിംബിൾ വെച്ചിട്ടല്ല വീഡിയോ എടുത്തേക്കുന്നത്. മൈക്കുണ്ട്, ഓക്കെയാ. ഈ മൈക്കിനകത്ത് വല്ലതും ഇരിപ്പുണ്ടോ എന്ന് നോക്കുന്ന തരം ശാസ്ത്രലോകം എത്ര അധപ്പതിച്ചായിരിക്കും. ശാസ്ത്രീയമായി അത് ഒരുപാട് പുരോഗമിച്ചിരിക്കുന്നു. അതിനുള്ളിൽ പിന്നെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ട കാര്യമുണ്ട്. പോട്ടെ, ഇതാണല്ലോ കംപ്ലൈന്റ്, അത് അവിടെ തീർന്നു, അവിടെ വെച്ച് അത് എടുക്കണം. അത് പറഞ്ഞില്ലേലും എടുക്കണം. തന്നെ കൊണ്ടുപോയി തന്റെ ശബ്ദമൊക്കെ ചെക്ക് ചെയ്യണം. അങ്ങനെയാണ്. പിന്നെ തന്റെ ഞാൻ എവിടെ ഇരുന്നുള്ള പ്രശ്നമല്ല, DNA ചെക്ക് ചെയ്യണം. പിന്നെ പോട്ടെ, അന്ന് ഞാൻ എവിടെ ഇവിടെ ഇരുന്നത് വേണം, ഇരുന്ന സ്ഥലം കൃത്യം ഇത് ഈ മുറിയിലാണോ, അത് അതിനകത്ത് പ്രസക്തമല്ല ശരിക്കും. അല്ല, അതൊക്കെ പ്രസക്തമാണ്. എങ്ങനെ എവിടെ ഇരുന്നാണ് ഇത് പറഞ്ഞെന്നൊക്കെ ഉള്ളത് പ്രസക്തം. അപ്പൊ സോഫയും കൂടെ എടുത്തോണ്ട് പോകണ്ട, സോഫ കൊണ്ടുപോകണം. എടോ, ആ ഒരു സാധനം, അതായത് പഴയ നമ്മൾ നിർമ്മിച്ച കമ്പനിക്കാർക്കെതിരെ വരെ കേസെടുക്കാനുള്ള വകുപ്പുണ്ട്. കലാബാഹ്വാനം എന്ന് പറഞ്ഞില്ലേ ഡെന്നിസേ? എടോ, കലാബാഹ്വാനം എന്ന് പറഞ്ഞില്ലേ, ഈ കലാബാഹ്വാനം മുന്നേ നടത്തുന്നത് ഇങ്ങനെയല്ല, ഇത്തിരി സ്പേസ് അല്ലത്. താനൊരു പ്രത്യേക ഏരിയയിൽ പണ്ട് നമ്മുടെ ഈ നക്സൽ ഓപ്പറേഷൻ കമ്മ്യൂണിസ്റ്റുകാരെയൊക്കെ കോടി ചുറ്റിപ്പിടിക്കുന്ന സിനിമകളൊക്കെ കണ്ടിട്ടില്ലേ? അവിടെ ഒരു ഗ്രൂപ്പ് ചേർന്നിട്ട് അവരിരുന്ന് എന്തോ പറഞ്ഞതിൻ്റെ പേരിൽ ഒരു ആക്രമമോ ഇതുപോലെ എന്തൊരു സംഭവം നടക്കാൻ സാധ്യതയുണ്ടെന്ന് അറിഞ്ഞാൽ പോലീസ് എന്ത് ചെയ്യണം? അവിടെ ചെന്ന് അന്വേഷിക്കണം. അവിടെ ചെന്നിട്ട് അവിടെ നിന്ന് തെളിവുകളൊക്കെ എടുക്കണം. പലരോടും ചോദ്യം ചെയ്യേണ്ടി വരും, അല്ലാതെ അറിയാൻ പറ്റത്തില്ല. ചിലവ് പിടിച്ചിടിച്ചിട്ടൊക്കെ ആയിരിക്കും പറയുന്നത്. നിന്റെ നേതാക്കന്മാരൊക്കെ പിടിച്ചോണ്ട് പോകും, ബുക്കുകൾ എഴുതി വെച്ചിട്ടുണ്ടോ എന്ന് നോക്കും, പൊക്കും. അപ്പോഴാണ് തെളിവുകളാകുന്നത്. ഇങ്ങനെ അവർ മീറ്റിംഗ് നടത്തിയ സ്ഥലങ്ങൾ, അപ്പോൾ വേറെ സാക്ഷികൾ പറയാം അവിടെ മീറ്റിംഗ് നടത്തിയത് ഞങ്ങൾ കണ്ടതാ സാറേ. ഉടനെ അവിടെ ചെന്ന് നോക്കുമ്പോൾ അതിൻ്റെതായ ചില ഒരു പിടിക്കുറ്റിയോ വല്ല പരിപ്പുവടയുടെ പരിപ്പോ വല്ല ചായയുടെ തേയില ഇത് അതിന് മട്ടോ ഒക്കെ കണ്ടുപിടിച്ചിട്ട് പറയും ഇവിടെ മീറ്റിംഗ് നടന്നിട്ടുണ്ട്. അതിനാ അവരവിടെ പോകുന്നത്. ആ കലാബാഹ്വാനം ഫേസ്ബുക്കിലോ എല്ലാം വേണ്ട, സോഷ്യൽ മീഡിയ നടത്തിയാൽ ഒരു കാരണവശാലും അവിടെ പോകണ്ട. മനസ്സിലായി? ഇത് കണ്ടവരാരെങ്കിലും ഈ മുറിയിലുണ്ടോ? താനൊന്ന് ആലോചിച്ച് നോക്ക്. സാക്ഷികൾ പറയുന്നവർ ഇവിടെ ഇരുന്ന് കണ്ടവരല്ലല്ലോ. ബുദ്ധിയും ബോധവും ഇല്ലാത്ത ഇത്തരം മണ്ടത്തരങ്ങൾ പിന്നെ ഫോളോ ചെയ്തിട്ട് വന്നിട്ട് എന്നെ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്ത് തരം മണ്ടത്തരമായിരിക്കും? താനൊന്ന് ആലോചിച്ച് നോക്കുക, അതിന്റെ സിറ്റുവേഷൻ മനസ്സിലാക്കുക. ഇവരെന്തിനാ ഇവിടെ വന്നേ? അവർക്ക് എന്നിട്ട് ചെയ്ത എന്താ? ട്രൈപോഡ്, ഗിംബല്, മൈക്ക്, അതിന്റെ പ്രശ്നം മനസ്സിലാകുന്നില്ല ഇവർ. ഈ പരിപാടി എന്താന്ന് ഇവർക്ക് അറിയില്ല. ഇത് എങ്ങനെ അവതരിപ്പിക്കണമെന്നോ ഇതെന്താ ചെയ്യേണ്ടതെന്നോ
ഈ കാര്യം ഇവരോട് പറഞ്ഞാലുണ്ടല്ലോ, അവര് ഈ കോടതി അടക്കം എല്ലാരും പറയാൻ പോകുന്നത് ഇതിങ്ങനെയാണ്, മറ്റേ സാധനം പോലെയാണ്. ഒരു സൊല്യൂഷൻ വെച്ചിട്ട് എല്ലാ പ്രോബ്ലംസും സോൾവ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ പോലത്തെ സാധനം. അത് ഒരു ഇക്വേഷൻ വെച്ചിട്ട് എല്ലാ പ്രോബ്ലംസിനും സൊല്യൂഷൻ ഇല്ല. റിസൾട്ട് അങ്ങനെയാണ്. എന്തൊരവസ്ഥയാണോ അത്. ഞാൻ ഇപ്പഴാണ് ഈ സാക്ഷികളെ പറ്റി ആലോചിച്ചത്. ഈ സാക്ഷി വരുന്നത് ഈ മുറിയുന്നോ ഈ പ്രത്യേകിച്ച് സ്ഥലത്തു നിന്നോ അല്ല. അയാൾ കണ്ടതും ഇതിനകത്തൂടെയാണ്. മനസ്സിലായല്ലേ? അയാൾ കണ്ടതിന്റെ തെളിവായിട്ട് അയാൾ ഇതുമായിട്ട് തന്നെ വരണം. ഇത് കണ്ടോ, ഇതാ ഞാൻ കണ്ടത്, അല്ലേ? ശരിയല്ലേ? അല്ല ചുമ്മാ പറയാൻ പറ്റത്തില്ല അയാൾക്ക്. പിന്നെ പ്രശ്നമുണ്ടോ? ഈ വീഡിയോ യൂട്യൂബിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് പോയി ചാനൽ പോയാൽ പിന്നെയും തെളിവില്ലെന്ന് പറയേണ്ടി വരും. പിന്നെ യൂട്യൂബിൽ നിന്ന് അവർ വിടണം. CEO ആരാണ്ട്, ഫേസ്ബുക്കിന്റെ ഒക്കെ എന്നോട് പറഞ്ഞത്. മനസ്സിലായി? അങ്ങനെയൊക്കെ ചില കോംപ്ലിക്കേഷൻസ് പിന്നെയും കിടക്കുക. അതിന്റെ ആവശ്യമില്ല. ഇത് യൂട്യൂബിലാണെന്നുള്ളതിന്റെ തെളിവുകളായിട്ട് സ്ക്രീൻഷോട്ടോ റെക്കോർഡിങ്ങോ വേറൊരു മൊബൈൽ റെക്കോർഡ് ചെയ്തതോ ഒക്കെ കിട്ടിയാൽ മതി. ഇല്ല, ശരിയല്ലേ? അതിനകത്ത് പിന്നെയും കോംപ്ലിക്കേഷൻ ഉണ്ട്. അപ്പോൾ എന്താ അവർ എഡിറ്റ് ചെയ്തുണ്ടാക്കാൻ പറ്റും, മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ പക്ഷെ അതാ ഞാൻ പറഞ്ഞത്, അതിന് വേറെ മാർഗം കണ്ടെത്തണം. അല്ലല്ല, അതിനുള്ള മാർഗം പറഞ്ഞത്. ഒരിക്കലും പറയാം, ഇവര് പറഞ്ഞ മണ്ടത്തരം നിങ്ങൾ പറയണം. പക്ഷെ ഇതിനെ നമുക്ക് ചോദ്യം ചെയ്യാൻ പാടില്ല. ഞാൻ പറഞ്ഞത് കറക്ഷൻ ഉണ്ട്. ഒന്ന് മിണ്ടല്ലേ, എന്താ കാര്യം എന്നറിയോ? ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, ഇതിനകത്ത് ഈ സാധനം വരുമ്പോൾ അത്രയും ആൾക്കാർ മോണിറ്റർ ചെയ്യുന്ന ഒരു എന്താ സംവിധാനം അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. സൈബർ സെല്ലോ മറ്റേതോ ആയിട്ടുള്ളവർ വർക്ക് ചെയ്യുന്നുണ്ട്. അവരിത് കണ്ട അവരാ കേസ് എടുക്കുന്ന അപ്പം തന്നെ. തനിക്ക് മനസ്സിലായോ? അതിന് വേറെ ആൾക്കാർ പറയേണ്ട ആവശ്യമില്ല. അവിടെ നിന്ന് അപ്പം തന്നെ എടുക്കാമെങ്കിൽ ഈ പറഞ്ഞ ആള് ആ വീഡിയോ ഡിലീറ്റ് ചെയ്യാനോ ഒന്നിനുള്ള അവസരമായി കിട്ടത്തില്ല. അത്രയും വിജിലൻ്റ് ആയിരിക്കണ്ടേ അങ്ങനെയാണെങ്കിൽ. ഈ രാജ്യദ്രോഹമൊക്കെ പറയുക, എനിക്കെതിരെ വന്നത് കലാപാഹാനോടോ, വലിയ കലാപം നടക്കാൻ പോയിട്ട് അവർ ചെയ്തത് എന്നാണെന്നറിയോ? 9 ദിവസം കഴിഞ്ഞപ്പോൾ സിദ്ദിഖ് വന്ന് പറയുക കലാപാഹ്വാനം ഉണ്ടെന്ന്. അപ്പോൾ സിദ്ദിഖ് പറഞ്ഞപ്പോഴാണോ ഈ പാർട്ടികൾക്ക് മനസ്സിലായത്? സിദ്ദിഖ് പറയണോ ഒരു കലാപാഹനം ഉണ്ടെന്ന്? അത് കേസ് എടുക്കാൻ വേണ്ടി, കേസ് എടുക്കുമ്പോ അങ്ങനെ എന്തിനെങ്കിലും വേണ്ടി എടുക്കണമല്ലോ. ഇത്രയും മതിയോ? ഈ കേസിൽ തന്റെ കേസിൽ നടന്ന എന്താന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യം കൂടിയാണല്ലോ. അല്ല പോട്ടെ, കേസ് ഉണ്ടാക്കാൻ വേണ്ടി കേസ് ഉണ്ടാക്കിയതാന്നുള്ളത് നമുക്കറിയാം. കാരണം കണ്ടെത്തി ഒരു കാര്യമായ കാരണം വേണമല്ലോ. വെറുതെ ഒരു കേസ് എടുത്താൽ പറ്റില്ലല്ലോ. വെറുതെ എന്തെങ്കിലും പറഞ്ഞു എന്നും പറഞ്ഞ് കേസ് എടുക്കാൻ പറ്റില്ല. അവഹേളിച്ചു, മോഹൻലാലിനെ അവഹേളിച്ചു എന്ന് പറഞ്ഞാൽ പോലും അത് മോഹൻലാലിന് വേറൊരു തരത്തില് പ്രശ്നമല്ലേ? മോഹൻലാലിനെ അവഹേളിച്ചു. അല്ല, തനിക്ക് മനസ്സിലായി എന്റെ ഒരു ആക്ച്വൽ സീൻ മനസ്സിലാവുന്നുണ്ടോ? മോഹൻലാൽ ഇതെന്താ പിടിക്കാത്ത? അല്ലല്ല, അങ്ങനെ പറയണ്ട. അതല്ല, തനിക്ക് മനസ്സിലായി, ആ സീൻ മനസ്സിലായി. വ്യക്തിപരമായിട്ട് അയാളെ അത് ബാധിക്കുന്നില്ലെന്ന് പുറത്ത് ഒരു ഇത് വ്യക്തിപരം, ഇത് പേഴ്സണൽ ആയിട്ടുള്ള സാധനം കൂടി ഉണ്ടോന്ന് ഇതിനകത്ത്. എന്തിനാണ് അങ്ങോട്ട് തന്നെ വരുന്നത്? എന്തിനാണ് ഇയാൾ 9 ദിവസം കഴിഞ്ഞിട്ട് വന്നിട്ട് ഇങ്ങനൊരു പരാതി കൊടുത്ത് കലാപാഹ്വാനത്തിന് തനിക്കെതിരെ കേസ് എടുക്കുക? അതെങ്ങനെ ഉണ്ടാകുന്ന അങ്ങനെ ഒരു കലാപാഹ്വാനം അവിടെ നടന്നിട്ടില്ല, ഒന്നാമത്തെ കാര്യം. രണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പരാതി കൊടുക്കേണ്ട ആൾ അല്ലെങ്കിൽ പരാതിക്കാരനാവേണ്ട ആൾ താൻ ആർക്കെതിരെയാണോ താൻ ആരോപണം ഉന്നയിച്ചത് അയാൾ രംഗത്ത് വന്നിട്ട് പോലുമില്ല. അയാള് സീനിലില്ല. അതുമല്ല പറയുന്നത് ഇത് കേസെടുക്കാൻ വേണ്ടി മനഃപൂർവ്വം കേസെടുത്താന്നാ പറഞ്ഞത്. തന്നെ ബുദ്ധിമുട്ടിക്കണം, ഈ വിഷയത്തിൽ തനിക്കൊരു ബുദ്ധിമുട്ടുണ്ടാവണമെന്ന് തനിക്കൊരു ബുദ്ധിമുട്ടുണ്ടാവണമെന്ന് തീരുമാനിച്ച കുറച്ച് ആളുകളുടെ തീരുമാനത്തിന്റെ ഭാഗമായിട്ട് തനിക്കെതിരെ പോലീസ് കേസെടുക്കുന്നു. അത് എന്നിട്ട് തന്നെ കുറച്ച് ദിവസം കൊണ്ടു നടക്കുന്നു. ഇതാണ് നടന്നത്. ഇതിനകത്ത് നഷ്ടപ്പെട്ടേക്കുന്ന സാധനം എന്ന് വെച്ചാൽ, ഒന്ന് ഈ തുല്യനീതി എന്ന് പറയുന്ന സാധനം നിഷേധിക്കപ്പെടുന്നുണ്ട്. അല്ലെങ്കിൽ ഈ പറഞ്ഞ കയ്യൊക്കൊള്ളവൻ കാര്യസ്ഥനോ കാര്യക്കാരെന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു സാധനം പരിപാടി നടന്നിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇവര് പറഞ്ഞ ഇവിടെ എന്തും നടക്കും, അല്ലേ? അവർക്ക് എന്തും ചെയ്യാം. സാധാരണക്കാര് അവര് വന്നിട്ട് പറയുന്നത് അങ്ങനെ എല്ലാരെ പറ്റി എന്തും പറയരുത്. അവര് പറയുന്നത് എല്ലാരെ പറ്റി എന്തും പറയരുത്, അവരെന്തും ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. അല്ലല്ല, അവര് ചെയ്ത് കാണിച്ചത് തന്നെയാണ്. അവരെനിക്കെതിരെ കേസ് എടുപ്പിച്ച് ആ ഇൻഫ്ലുവൻസ് ഒക്കെ ഉപയോഗിച്ച് ഈ ദിവസം നമ്മളെ കൊണ്ട് ഇത്രയും പരിപാടിയൊക്കെ അവതരിപ്പിച്ചിട്ട് അവർ വന്നിട്ട് ഈ പ്രസ് മീറ്റിൽ പറഞ്ഞതാണ് ആരെപ്പറ്റിയും എന്തും പറയാമെന്ന് ആരും വിചാരിക്കണം. അവർ അതിനേക്കാൾ വലിയ എന്തും ചെയ്തിട്ടാണ് ഈ പറയുന്നത്. മനസ്സിലായോ? അവർ പറഞ്ഞതിനകത്തുള്ള കുഴപ്പം ഇതൊക്കെയാണ്. ഞാൻ പോലീസ് സ്റ്റേഷനിൽ ചോദിച്ചിട്ടു, ഈ കലാപാഹനം നടന്നിട്ട് ഇപ്പോൾ ഏകദേശം 9 ദിവസമായി, കലാപം നടന്നിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സംഭവം ഒന്നും നടന്നില്ല. ആകെ 20,000 പേരോ 22,000 പേരോ വീഡിയോ കണ്ടിട്ടുള്ളൂ. വൈറൽ പോലും അല്ലത്.
ഇതിനകത്ത് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഈ കലാവാഹനയുടെ അല്ലേ വേണ്ട. ഇനി എത്ര ദിവസം ഞാൻ വെയിറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ഈ കലാപം ഉണ്ടാവാൻ? ഇപ്പൊ 1 വർഷമായെന്ന് തോന്നുന്നു, ഇപ്പോഴും കലാപം ഉണ്ടായില്ല. ഒന്ന് ആലോചിച്ച് നോക്ക്, സീനല്ലേ? ഇത്തരം മണ്ടത്തരങ്ങൾ പറഞ്ഞ് ഈ ലോ ആൻഡ് ഓർഡറിനെ യൂസ് ചെയ്യുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനും ആരും ആയിക്കോട്ടെ, ഇൻചാർജ് അങ്ങനെ ഒരാളുണ്ടെങ്കിൽ അയാളുടെ കറപ്ഷൻ മനസ്സിലാക്കാൻ ഈ ഒരു ആക്ഷൻ പോരെ? ഇത് എവിടെ പറഞ്ഞാലും ആരും എനിക്ക് തോന്നുന്നില്ലടോ ഇതിനെ. മോഹൻലാലിന്റെ മറ്റേ സിനിമയില് 24 മണിക്കൂറിനകം പിന്നെ ഞാൻ തട്ടിയില്ലെങ്കിൽ ഞാൻ സ്വയം കുത്തി മരിക്കണോടാന്ന് ജോണി പറഞ്ഞ പോലെ ഇവര് വന്ന് സ്വയം കുത്തി മരിച്ചതായി കണ്ടത്. പോലീസും മറ്റവരും സർക്കാർ സംവിധാനവും ഒക്കെ വന്ന് സ്വയം കുത്തി മരിച്ചു, തന്നെ അറസ്റ്റ് ചെയ്തു. അത്രേ ഉള്ളു. എന്താ കാര്യം എന്ന് പറയാം, ഒരു ദിവസം മുഴുവൻ ഒരു ജീപ്പിൽ 3-4 പോലീസുകാരും ഞാനിവിടെ ഈ ഒരു ദിവസം വന്നു ഒരു ഉച്ച കഴിഞ്ഞ് ഒരു 4-5 മണിക്കൂർ 6 മണിക്കൂർ പറഞ്ഞു കഴിഞ്ഞാൽ ട്രാവൽ ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വെറുതെ ട്രാവൽ ചെയ്യുക. അത്രയും ഡ്യൂട്ടി ആരുടെയാണ് പോയത്? എന്ത് കേസ് സമയം അത്. ഞാൻ അന്ന് അതിന് മുമ്പേ ചൂണ്ടിക്കാണിച്ച പ്രശ്നവും സമയം വേസ്റ്റ് ആക്കുന്നുള്ളതാണ്. പട്ടാളക്കാരുടെ സമയം വേസ്റ്റ് ആക്കുന്ന പറഞ്ഞപ്പോൾ പോലീസുകാർ ഞങ്ങളെ വേസ്റ്റ് ആക്കണ സമയം. പട്ടാളക്കാരുടെ സമയം വേസ്റ്റ് ആക്കാൻ മാത്രമല്ലടാ ഏട്ടനറിയാവുന്നത്. ഏട്ടൻ വീണ്ടും വന്ന് അന്ന് തെളിയിച്ചു. ഏട്ടനല്ല, ഏട്ടന്റെ കൂട്ടുകാരൻ. ഞങ്ങക്ക് പോലീസിന്റെ സമയം വേസ്റ്റ് ആക്കാറിയാ, നീ കണ്ടോളെ. അപ്പോൾ നമുക്കിത് മനസ്സിലായി, പോലീസും സമയം കളയാൻ റെഡിയാണ്. ഇനി കോടതിയുടെ സമയം പോകാൻ പോവാ. അടിപൊളിയല്ലേ? എന്റെ സമയം പോട്ടെ, കോടതിയുടെ സമയം എങ്ങനെ ഇവരിങ്ങനെ എടുക്കുന്നത്? ഒരു കേസ് സോൾവ് എത്ര വർഷം എടുക്കണം? അഭയ കേസിൽ എത്ര വർഷം എടുത്തത്? ഞാൻ സോൾവ് ചെയ്തിട്ട് എന്താ കാര്യം? ഇവിടെ അങ്ങനെയാണ്, അത്ര ആൾക്കാരുണ്ട്, വർഷം എടുക്കുന്നത്. പോട്ടെ, ഇത് അന്റെ കാലം. ഇന്നത്തെ ഇത്രയും ടെക്നോളജി അഡ്വാൻസ്ഡ്, ഇത്രയും ഫാസ്റ്റ് കമ്മ്യൂണിക്കേഷൻ, ഇത്രയും ഫാസ്റ്റ് മൂവ്മെന്റ് എല്ലാം ഉണ്ട്, ഫെസിലിറ്റീസ് ഒക്കെ കൂടിയിട്ടുണ്ട്. അതിൻ്റെ സ്പീഡ് ഇവിടെ വന്നിട്ടില്ല. ഇവിടെ ആ സ്പീഡ് വരാത്തതിൻ്റെ കാര്യം എന്താണെന്നറിയോ? ഈ പേപ്പർ പരിപാടിയുണ്ട്. അത് അവിടെ സ്പീഡാക്കണമെന്നുണ്ട് ഇവിടെ അഡ്വാൻസ്മെൻറ്റ് വരണം, അഡ്വാൻസ് ടെക്നോളജി വരണം. ആ ടെക്നോളജി ഒരിടത്തും യൂസ് ചെയ്യാത്തതുകൊണ്ട് അവരുടെ മുറിയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഈ കോടതിയും പോലീസ് സ്റ്റേഷനൊക്കെ കണ്ടു കഴിഞ്ഞാൽ കെട്ടുകണക്കിന് പേപ്പറും പൊടിയും. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. അതെ, നമുക്കതേ അറിയത്തുള്ളൂ. കട്ടവനെ കിട്ടിയില്ല, കിട്ടിയവനെ തട്ടുകയും ചെയ്യും. അതാ ഞാൻ പറഞ്ഞത്, അങ്ങനെ ഒരുപാട് കോമഡി ആയി പോയി അല്ലേ? ഇത് അറിയാതെ പറഞ്ഞാണേലേ പട്ടാളക്കാർ സമയങ്ങളെന്ന് പറഞ്ഞ പോലീസുകാർ സമയങ്ങളെ ഇനി കോടതി സമയങ്ങളെ പോവാ. ഈ പരിപാടിയും പിടിച്ചുകൊണ്ട് ഇവര് കാണിച്ച ഈ മണ്ടത്തരത്തിന് കോടതി എത്ര ദിവസം സമയങ്ങളെ നമുക്ക് കാണാം. അതിനൊക്കെ എതിരെ ആരോട് പറയുന്നത്? 8 വർഷമായില്ലേ? 8 വർഷം 2010 നടന്നതല്ലേ? ഇങ്ങനെ സോൾവ് ചെയ്ത് കാര്യം സോൾവ് ചെയ്യാന്നുള്ളതല്ല, ഇത് സത്യം തെളിയിക്കുക എന്നുള്ളതാണ്. നീതി സത്യം തെളിയിക്കുകയും വേണം. ഇതേ നിയമം പറയുന്നത് ഈ ജസ്റ്റിസ് ഡിലേഡ് ഈസ് ജസ്റ്റിസ് ഡിനൈഡ് എന്നാണ്. 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടരുതെന്നും പറയും. കുറ്റവാളി ഒരു കുറ്റവാളി ഇവിടെ ഉണ്ട്, വേറൊരു കുറ്റവാളി ഇവിടെ ഉണ്ട്. ഹലോ ഗൈസ്, കുറ്റവാളി 1, കുറ്റവാളി 2. ഞാൻ ശരിക്കും ചക്ക കുറ്റവാളി, വളിക്കുറ്റവാളി, എന്തൊക്കെ കുറ്റവാളികളെ ഉണ്ടാക്കിയല്ലോ ഇവര്. കഷ്ടമുണ്ട്. പൈസ ഇൻഫ്ലുവൻസും വേണം. അപ്പൊ ആരും കുറ്റവാളിയല്ല. അപ്പൊ തോക്കായിട്ട് പുറത്തിറങ്ങാം, ശവത്തിന്റെ മുകളിൽ കയറി നിൽക്കാം, എന്ത് വേണമെങ്കിലും പെണ്ണുങ്ങളെ റൂമിൽ കയറ്റിയിട്ട് പീഡിപ്പിക്കാം, മറ്റേ വിരുദ്ധാഹാരമാണ് ഇഷ്ടം എന്ന് പറയാം. അങ്ങനെ എന്തോ കമ്മീഷനല്ല, കമ്മിറ്റി. അത് കമ്മീഷനാണെങ്കിൽ ഇപ്പൊ കേസായനെ തിരിച്ചു മാസത്തിലോട്ട് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഒരു ഫണ്ണല്ലിയാ. അതിനൊക്കെ വേണ്ടിയിട്ടാണ് എന്തെങ്കിലും കാര്യമായ ആർക്ക് വേണ്ടിയിട്ടുള്ളതാണെന്ന് വിചാരിച്ചു. ഇത്രയും കണ്ടിട്ട് മനസ്സിലായില്ലേ ഈ നിയമവും നിയമവ്യവസ്ഥയും എല്ലാം ആരാണ് കൈകാര്യം ചെയ്യുന്നതെന്ന്? കാശുള്ളവർക്ക് വേണ്ടിയുള്ള പരിപാടി നടക്കുന്നത്. അതിപ്പോ മോഹൻലാൽ എന്നുള്ളതല്ല, പൈസ. മനസ്സിലാവുണ്ടോ? അതിപ്പോ അതെ, ആ ഒരു ബോച്ചയ്ക്ക് ഇച്ചിരി ടൈമിങ് തെറ്റിപ്പോയി. അയാളും അതിനകത്ത് വീഴത്തില്ല. പിന്നെ സ്ത്രീകൾക്ക് നിയമം അനുകൂലാക്കിയത് മിസ്യൂസ് ചെയ്യുന്നുണ്ട്, അതൊക്കെ ഉണ്ടാവും. പക്ഷെ ഞാൻ പറഞ്ഞ വിഷയം അതൊന്നുമല്ല, അത് വേറെ വിഷയം. നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഇയാളുടെ കേസിൽ താനെന്ന് ആലോചിക്കും എന്തോരം സമയം കളഞ്ഞു. എന്നാൽ അതുപോലെ തന്നെ വേടന്റെ കേസ് അതുപോലെ തന്നെ കേസാണ്. വേടന്റെ കേസ് പിന്നെ വേടന്റെ കേസിൽ സമയം കളഞ്ഞിട്ടുണ്ട്. ശരി, അത് കഴിഞ്ഞിട്ട് മറ്റേ
ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനെതിരെ വരെയൊക്കെയാണ് സാധനം വരുന്നത്. അത്രയും സമയം പോയി. എന്തോ ഒരു സമയം. അടി ഇയാളെ നോക്കി എത്ര ദിവസം അതിനകത്ത് ഇടുന്നത്? 12 ദിവസം ആ സ്പേസിൽ ഇയാളാണോ കിടക്കുന്നത്? ഇയാൾ അവിടെ അല്ല കിടക്കുന്നത്. ഇയാൾ എന്താണ് കിടക്കുന്നത്? എന്താണോ കേരളത്തിലുള്ള സകല ബാക്കിയുള്ളവരെയും പിടിച്ച് റെഡിയാക്കി കഴിഞ്ഞിട്ട് അവസാനം കിട്ടിയാണോ ഇയാൾ? അപ്പൊ അയാൾ അവിടെ കിടന്നപ്പോൾ ഞാൻ പറയുമായിരുന്നു, അങ്ങനെ ഒരു സ്പേസ് പോണം. പുറത്ത് ആ സമയത്ത് വേറൊരു കുറ്റവാളി കറങ്ങി നടക്കണം അല്ലേ? ഇതുപോലുള്ളൊരു 10 പേരെ കൂടെ പിടിച്ചിടാമെങ്കിൽ അതൊക്കെ ഫില്ല് ചെയ്തെന്നും പറഞ്ഞ് ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്ന കുറച്ച് ജോലിക്കാർ. അയ്യേ, വലുതായിട്ട് ഞാൻ റിവ്യൂ കൊടുക്കാൻ പാടില്ല. എനിക്ക് മനസ്സിലാവില്ല എന്താ ഞാൻ റിവ്യൂ എടുത്തോ. എന്താ കുഴപ്പം? താൻ എന്തിനാ അവിടെ പോയി റിവ്യൂ കൊടുക്കുന്നത്? ആരത് പറഞ്ഞത്? അല്ല, ടിക്കറ്റ് എടുത്തു, ഞാൻ ടിക്കറ്റ് ഏറ്റെടുത്തു, അവിടെ പോകുന്നു, റിവ്യൂ കൊടുക്കുക. അതിന് ഒരാൾ ഒതുക്കേണ്ട ആവശ്യം എന്താ? വനിതാ തിയേറ്ററിൽ തനിക്ക് റിവ്യൂ കൊടുക്കാനുള്ള സ്വാതന്ത്ര്യമൊക്കെ തനിക്കുണ്ട് ഈ രാജ്യത്ത്. അല്ല, അതിന് തിയേറ്റർ കൊണ്ട് വന്ന് മീഡിയക്കാട് പറയാണ് നിങ്ങൾ വീഡിയോ എടുക്കാൻ പാടില്ല, അങ്ങനെയൊന്നും അയാൾക്ക് പറയാൻ പറ്റില്ല. അതൊരു പബ്ലിക് പ്ലേസും കൂടിയാണ്. തിയേറ്റർ അയാളുടെ ആയിരിക്കുമ്പോ തന്നെ അങ്ങനെ ഒരു കാര്യം കൂടിയുണ്ട്. താൻ അവിടെ പൈസ കൊടുത്തിട്ട് അവിടെ പോകുന്നത് റിവ്യൂ കൊടുക്കാൻ എനിക്ക് അഭിപ്രായം പറയാം. ഒരു സംസാരിച്ചിട്ട് അവിടെ വന്നിട്ട് പിന്നെ അതിനു വേണ്ടി താൻ കിടന്ന് മരിക്കണ്ടെന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം. റിവ്യൂ കൊടുക്കാൻ തനിക്ക് അതിനുള്ള അവകാശം ഉള്ള പോലെ തന്നെ അയാൾ അത് പറയുമ്പോ എന്നാ പിന്നെ ഞാനിവിടെ ഒന്നും എനിക്ക് റിവ്യൂ കൊടുക്കാൻ പറ്റില്ല, അതൊന്നും പറഞ്ഞത് എന്നും പറഞ്ഞു വേർഡ് ഉപയോഗിച്ചു. ആ വീഡിയോ ഉണ്ടെങ്കിൽ എനിക്ക് അത് പോട്ടെ, കേസ് കൊടുക്കാം. മനസ്സിലായി. ആ വീഡിയോ പുറത്തൊന്നുമില്ല, ആ വീഡിയോ പുറത്തൊന്നുമില്ല, എനിക്ക് ആ കേസ് കൊടുക്കാം. ആ വീഡിയോ വെച്ചാൽ അവിടെ പ്രശ്നം പറ്റിയാണ്. ആര് സിനിമാക്കാരുടെ ഒതുക്കലിന് വേണ്ടി എന്നെ താൻ ഒതുങ്ങി, എല്ലാരും ഒതുക്കി. ഇപ്പൊ ആരുമില്ല, ഇപ്പൊ അണ്ണന്മാരേ ഇല്ല അവിടെ. അതോടെ കണ്ടില്ല, എല്ലാ അണ്ണന്മാരും ഒതുക്കി. ഒരു അണ്ണൻ പോണേ ഇല്ല, കല്യാണത്തിന് പറയുകയാണ് ആളെ കണ്ടേ ഇല്ല. അതല്ലേ നല്ല പൈസ എടുത്തില്ലേ? ഇവിടെ പോയി വായി നോക്കി വല്ല കാശം കിട്ടുമോ? അല്ല, പക്ഷേ അവിടെ ഇങ്ങനെ ഈ എന്നെ ഒതുക്കൽ വേണ്ടി തുടങ്ങി കുറെ നാളായി. ആദ്യം തിയേറ്ററിന് ഒതുക്കി, പിന്നെ ജയിലിലാക്കി, നല്ല ഒതുക്കൽ നടക്കണം. അങ്ങനെയൊക്കെയാണോ വിചാരിച്ചേ? അത് എനിക്ക് മനസ്സിലായി. സാന്ത്വനേഷ് സാബോണിൽ എന്നെ കുറിച്ച് ഇത്ര ബോധന ചെയ്യണം. അവർക്ക് എന്താ എന്നെ കുറിച്ച് ഇത്ര വിഷമം? സാന്ത്വനേഷ് ഒരു കാരണമില്ലാതെയാണ് ഫേമസ് അല്ലേടോ. ഈസിയായിട്ട് തന്നെ. അതുകൊണ്ട് പറയുന്നത് വേറെ എന്തെല്ലാം വിഷയം നടന്നിട്ടും പ്രത്യേകിച്ചൊന്നും പറയാത്ത പലരും ഇവിടെ വേറൊരു വിഷയത്തെ കുറിച്ച് ഒന്നും പറയാത്ത ആൾക്കാര് ഇവിടെ സാമൂഹികമായിട്ട് പല പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. സിനിമക്കകത്ത് തന്നെ നടക്കുന്നുണ്ട്. സിനിമക്കകത്ത് തന്നെ പല പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് ഒന്നും മിണ്ടാത്ത ആൾക്കാർ തനിക്കെതിരെയൊക്കെ ചാടി വീഴുന്നുണ്ടെങ്കിൽ എനിക്കെതിരെ പരാതി ഉണ്ടായിരുന്നു. നല്ല രസമായിട്ടുണ്ട്. അപ്പൊ ഇതെങ്ങനെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു സ്ഥലത്തോട്ട് ഓടിക്കയറുന്ന ഒരു പരിപാടിയാണ്. അല്ലാതെ കാര്യമായ കാര്യത്തിൽ ഇടപെടാൻ അല്ല. ഞാൻ ആലോചിക്കുന്നത് ഇപ്പൊ അണ്ണന്റെ കേസ് മണ്ടത്തരം പറഞ്ഞൊരു കേസ് കൊടുക്കുവാണെങ്കിൽ ഓക്കെ ആണ്. എനിക്കെതിരെ ആ പറഞ്ഞ വീഡിയോ എന്റെ കോമൺ സെൻസ് ഞാൻ കോമൺ സെൻസിന് നിരക്കാത്ത രീതിയിൽ ഇയാൾ സംസാരിച്ചു എന്ന് പറഞ്ഞ കേസ് കൊടുക്കാം. എന്റെ കോമൺ സെൻസ് വ്രണപ്പെട്ടു. അങ്ങനെ പറഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ കൊടുക്കാം. ഇവര് പറയുന്നത് പള്ളിയെല്ലാം പൂട്ടിക്കേണ്ടി വരും. അതെ, കംപ്ലീറ്റ് പരിപാടി അമ്പലം പൂട്ടിക്കേണ്ടി വരും. കോമൺ സെൻസിന് നിരക്കാത്ത രീതിയിൽ സംഭവിച്ച കാര്യം എന്റെ കോമൺ സെൻസ് വ്രണപ്പെട്ടു അല്ലേ? ഭയങ്കര ഊളത്തരമാണ്. സിനിമാക്കാരെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് ഹേമം കമ്മീഷനിലെ ടോപ്പിക്സും അങ്ങനത്തെ അല്ല. അതാരും ചർച്ച ചെയ്യുന്നില്ല. എന്തൊക്കെ പ്രശ്നമുണ്ട്, പീഡനമുണ്ട്, ആൾക്കാരാണ് ഇൻഡസ്ട്രിയിൽ ഒരുപാട് പേർക്ക് നഷ്ടമുണ്ട്. അതിന്റെ പ്രതികളാണ് ഇരിക്കുന്നത്. പിന്നെ ചർച്ച ചെയ്യാൻ പറ്റും. ഇതിന്റെ ഹേമ കമ്മീഷനിലെ വരുന്ന ആൾക്കാരുടെ പേരാ. ഇത് അവരൊക്കെ ചർച്ച ചെയ്യണം. അതിന്റെ ആൾക്കാരാണ് അതെങ്കിലും ഒതുക്കി തീർത്തി വെച്ചിരിക്കുകയാണ്. പിന്നെയാണ് ചർച്ച ചെയ്യുന്നത്. പുറത്തറിയാതിരിക്കാൻ നോക്കണം. നിങ്ങളിതാ എന്ത് വർത്താനം പറഞ്ഞു അത് ഒതുക്കി വെച്ചിട്ടാണ് പിന്നെ ചർച്ച ചെയ്യണം. പൊതുസമൂഹം അറിയരുത്, അറിയാതിരിക്കാനാണ് നമ്മൾ നോക്കേണ്ടത്. കഴിഞ്ഞ 10 ദിവസം ഇത് തന്നെ പറഞ്ഞത് കൊണ്ടേ അറിയാതെ ഒന്ന് പറഞ്ഞു വന്നാണ് ഇയാളുടെ അവസ്ഥ അറിയാമല്ലോ. ദിലീപ് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ പോലെ ഉണ്ടോ ദിലീപ് ഇങ്ങനെ പബ്ലിക്കായിട്ട് എവിടെയോ എന്തോ പ്രോഗ്രാമാണ്, സിനിമയായിട്ട് ബന്ധപ്പെട്ട എന്തോ പരിപാടിയാണ്. അപ്പോൾ ഇയാൾ സ്റ്റേജിൽ വന്നിട്ട് പറയണേ, നിങ്ങൾ എന്നെ വീഴ്ത്താൻ നിങ്ങൾ ഇത് ചെയ്ത ആൾക്കാരാണല്ലോ, എന്നെ വീഴ്ത്താൻ നിങ്ങളെല്ലാവരും ഒന്നിച്ച് നിന്നവരാണല്ലോ, ഇനി എനിക്കൊന്ന് എണീറ്റ് നിൽക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ കൂടെ നിന്നൂടെ എന്ന് ചോദിച്ചപ്പോൾ ഇവര് കൈയടിക്കുന്നു. ഏത് ഈ മീഡിയക്കാര് ഇവരോട് തന്നെ അത് പറയുന്നത്. നിങ്ങൾ എന്നെ കഴിഞ്ഞ പ്രാവശ്യം ഒരു പ്രശ്നത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ എന്നെ വീഴ്ത്താൻ നിങ്ങളെല്ലാവരും ഒരുമിച്ച് നിന്നവരാണല്ലോ,
ഇപ്പൊ എന്നെ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ നിങ്ങൾക്ക് ഒന്ന് എന്റെ കൂടെ നിന്നൂടെ എന്ന് വെച്ചപ്പോഴേ ഇവര് അത് കൊള്ളാം. തെർമോക്കോളിന്റെ കാര്യം പറഞ്ഞ ഒരാൾ മാനിപ്പുലേറ്റ് ചെയ്തപ്പോ ചിരിച്ചോണ്ടിരുന്നില്ല മീഡിയക്കാരൻ. പഴയ തെർമോക്കോളാണ് പാട്ട് പാടി അപ്പൊ എന്ന് പറഞ്ഞ പോലത്തെ അന്ന് ഇതേ മീഡിയക്കാരൻ ചിരിച്ചോണ്ടിരുന്നു. ഞാൻ ചൊല്ലേണ്ടു അത് ശരിക്കും ആ സിറ്റുവേഷൻ മാനിപ്പുലേറ്റ് ചെയ്തു. അപ്പൊ മീഡിയക്കാരൻ എന്ത് ചെയ്തു? ചിരിച്ചോണ്ടിരുന്നു. മീഡിയക്കാരെല്ലാരും ചിരിക്കൊക്കെ അവരുടെ പണി അതാ. അവര് ക്യാമറയും കൊണ്ട് വരുന്നു, എല്ലാം കറപ്റ്റാണ്, എല്ലാ സിസ്റ്റവും കറപ്റ്റാണ്. അതല്ലാതെ ഇവർക്ക് വലിയ പരിപാടി ഒന്നും ഇല്ല. ഒരു കാലത്തുള്ള സംഭവം ജേർണലിസ്റ്റ് വന്നിട്ട് എന്തൊക്കെയോ ചോദിച്ചതിന് തല്ലി കൊല്ലുക. പിന്നെ അവര് ചോദിക്കും അവന് ജോലി എടുക്കുന്ന എനിക്ക് മീഡിയക്കാരാവും, മൊബൈൽ ഫോൺ മതി. എന്ത് മീഡിയക്കാരാ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ പ്രശ്നം എവിടെയാണെന്ന് അറിയാമോ? ഇത് വെറുതെ യൂട്യൂബ് ചാനൽ ഒരു മൊബൈൽ മതി. യൂട്യൂബ് ചാനലോട്ട് മോശമെന്നുള്ള അർത്ഥത്തിലും അല്ലട്ടോ പറയുന്നത്. സത്യങ്ങൾ പുറത്തു വന്നറിയോ? ഈ ഓൺലൈൻ മീഡിയ എന്ന് പറയുന്ന സാധനത്തിന്റെ ഒരു പൊതു സ്വഭാവത്തിൽ ഇവരൊക്കെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരാ. ഇവർ ഓരോ പരിപാടിയൊക്കെ പിടിച്ചു വന്നിട്ടുള്ളത്. നമുക്കറിയാലോ പല ഓൺലൈൻ പരിപാടികളും ചാനലുകളും നമുക്കറിയാലോ. ഇതൊക്കെ നടത്തുന്നവരും അല്ല. ഇത് കേക്ക്. അപ്പൊ ഇവരൊക്കെ അടിസ്ഥാനപരമായിട്ട് ഇവരുടെ സർവൈവലിന് വേണ്ടിയിട്ട് പരിപാടി, റവന്യൂ ആണ് പ്രധാന ഉദ്ദേശം. ഒരു ജോലി, പണം, ബേസിക് പരിപാടി. സാറ്റലൈറ്റ് മീഡിയ അതാ പറഞ്ഞത്. സാറ്റലൈറ്റ് മീഡിയ അവരുടെ ഉദ്ദേശം അത് തന്നെയാ. അവസ്ഥ എന്താ? ഒന്നുമില്ല, താൻ ആത്മഹത്യ ചെയ്ത് അത്രേ ഉള്ളൂ. കള്ളക്കേസിൽ താൻ ആത്മഹത്യ ചെയ്തു. ഓക്കെ, കഴിഞ്ഞു. അതിൽ കൂടുതൽ ഒന്നും സംഭവിക്കാനില്ല അതിനകത്ത്. അവർക്ക് അതിന്റെ പൈസയും കൂടി കിട്ടും. അതും കൂടി ന്യൂസിൽ